തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങിയില്ല, വോട്ടിട്ടില്ല, വോട്ട് എണ്ണിയില്ല. പക്ഷേ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയവും പരാജയപ്പെട്ടു പോയ ഒരു നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് പി വി അൻവറാണ്. അതായത് പി വി അൻവർ ആർക്കെതിരെയാണോ ഈ വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തിയത്, 2016 അത് ആര്യാടൻ കുടുംബത്തിനെതിരെ, അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തുമായി മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെയും തോൽപ്പിക്കുന്നു. സ്വന്തം കയ്യിലിരുന്ന മത്സരിച്ച് ജയിച്ച ആ MLA സ്ഥാനം എറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ പുതിയൊരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കി. ഏറ്റവും അവസാനം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതാരാണ്? ആർക്കെതിരെ? അതായത് ആര്യാടൻ കുടുംബത്തിനെതിരെ പോരാടി ആര്യാടൻ കുടുംബത്തിലെ പിൻതലമുറക്കാരൻ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച അതേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും അവസാനം റിസൾട്ട് വരുമ്പോൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും ഇതിനകത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സുവർണാവസരം പോലും കളഞ്ഞു കുളിച്ച നേതാവാണ് ശരിക്കും പറഞ്ഞാൽ പി വി അൻവർ. ഇത് പി വി അൻവറിന് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു തന്ത്രവുമില്ല. ശരിക്കും UDF ഇതിനകത്ത് എടുത്ത നിലപാടുണ്ടല്ലോ, UDF കോൺഗ്രസ് എടുത്ത നിലപാട്, നിങ്ങൾ ഒരുപാട് ഞങ്ങളോട് വിലപേശി ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നുള്ള കാര്യത്തിൽ നിലപാടെടുത്ത്, അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പഴി കേട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് എല്ലാം ശരിയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇത് പി വി അൻവർ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചാലോ അതല്ലെങ്കിൽ UDFനെ എതിർത്താലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപക്ഷെ UDFന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കും. നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തിരിച്ചടി ഉണ്ടായാൽ പോലും ചില നിലപാടുകൾ എന്ന് പറയുന്നത് അത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടവരോട് എടുക്കേണ്ടതാണ് എന്ന് കാണിക്കുക കൂടി ചെയ്യേണ്ടതാണ്. അതുകൂടിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഈ സ്ഥാനാർത്ഥി പറ്റില്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പറഞ്ഞു ഈ സ്ഥാനാർത്ഥി പറ്റില്ല. അങ്ങനെ UDFനോട് കോൺഗ്രസ് സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പറ്റില്ല, എന്നോട് ചോദിക്കണം എന്ന നിലയെടുത്ത് പോകുന്നിടത്തൊരു അപക്വതയുണ്ട്. അങ്ങനെ അത് പ്രകടിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പുറത്തുനിന്ന് ഒരാളാണ് തീരുമാനമെടുക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന സാഹചര്യം. ആ നിലപാടെടുത്തിട്ടാണ് നിലയില്ലാ കയത്തിലേക്ക് അൻവർ വീണത്. ഇപ്പോൾ അവിടെ നിന്ന് പിടിച്ചു കയറാൻ കിട്ടിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പാണ് യഥാർത്ഥത്തിൽ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജ് വരുന്നതോടുകൂടി UDF ക്യാമ്പ് ഇനി ഒരു ഫയർ ഫൈറ്റിംഗിലേക്ക് പോകും. അൻവറിനെ കൂടി സഹകരിപ്പിക്കാമെന്ന് തീരുമാനിക്കും. പക്ഷേ അൻവറിന്റെ വിലപേശൽ ശക്തിയെ വകവെച്ച് കൊടുക്കുന്നതല്ല. അക്കാര്യത്തിൽ VD സതീശൻ എടുത്തിട്ടുള്ള നിലപാട് ആർജവമുള്ള നിലപാടാണ്. അത് തന്നെ കോൺഗ്രസ് സമ്പൂർണ്ണമായി തുടരുമെന്ന് അറിയില്ല. ചെറിയ കോംപ്രമൈസ് അൻവറിനെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിവരും എങ്കിൽ പോലും ആർജവമുള്ള നിലപാട് കോൺഗ്രസ് എടുത്തുമ്പോഴും കാണേണ്ട ഒരു കാര്യം, ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും ഇത് ലാസ്റ്റ് ബസ്സാണ്. ആര്യാടന്റെ ലെഗസി എന്നുള്ള കാര്യം നിലമ്പൂരിൽ ഉണ്ട് എന്ന് തെളിയിക്കണം എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് വിജയിക്കണം. അദ്ദേഹം അവിടെ മുനിസിപ്പൽ ചെയർമാനും മറ്റൊക്കെ ആയിട്ടുണ്ട്. ആര്യാടൻ 1980 മുതൽ ഇങ്ങോട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലാണ് 2016 ഷൗക്കത്ത് പരാജയപ്പെട്ടത്. അതിനുശേഷം കഴിഞ്ഞ തവണ VV പ്രകാശ് ആയിരുന്നു മത്സരിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഇപ്പോൾ നമ്മൾ സ്വരാജിനെ കുറിച്ച് പറയുന്നത് പോലെ വളരെ സാംസ്കാരിക ഔന്നത്യമുള്ള, സൗമ്യനായ, പ്രഭാഷകനായ, നല്ല കാഴ്ചപ്പാടുള്ള, നല്ല നിലപാടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കളുടെ ഒരു പരമ്പര, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് തോൽവി ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് അഫോർഡ് ചെയ്യാൻ കഴിയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇനി പിന്നെ എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം പോലും ഉയരുന്ന ഒരു സെനാരിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചും ഇത് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചും ജീവൻ മരണ പോരാട്ടമാണ്. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ശരിക്കും ഡയറക്റ്റ് പൊളിറ്റിക്കൽ ഫൈറ്റാണ്.